ഒരു ടേസ്റ്റി ക്രീമി അവക്കാഡോ സ്മൂത്തി അല്ലെങ്കിൽ അവക്കാഡോ ഷേക്ക് കണ്ടാലോ? ഇതിന് നമ്മൾ എടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴുത്തൊരു അവക്കാഡോ ആണ് കേട്ടോ. ഇത് ഷിഫാനയുടെ ഓൺ റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിയിൽ ഇനിയും ചേഞ്ച് വരുത്താം കേട്ടോ. ഞാനൊരു അവക്കാഡോ ഫാനൊന്നുമല്ല, പക്ഷേ എനിക്കിത് കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വൺസൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഒരുപാട് ഹെൽത്തി ഓപ്ഷനൊന്നുമല്ല, കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. കാര്യം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ഐസ്ക്രീമൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഈ അവക്കാഡോ, പഴുത്ത അവക്കാഡോ ചുമ്മാ കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലേ. കാര്യം ഇതിൻ്റെ ടേസ്റ്റ് എന്തോ എനിക്കങ്ങോട്ട് സെറ്റാവാത്ത പോലെ തോന്നാറുണ്ട് കേട്ടോ. ഒട്ടും മധുരമൊന്നുമില്ലാത്ത ഏതോ ഒരു ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ഞാനങ്ങനെ കഴിക്കാറുമില്ല. പക്ഷേ ഇങ്ങനെ കഴിച്ചപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. കാര്യം അവക്കാഡോ ആണ് നമ്മൾ കഴിക്കുന്നത് എന്നൊരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ് കേട്ടോ, ഐസ്ക്രീം. ഈ ഓപ്ഷൻ ആഡ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വിട്ട് കളഞ്ഞേക്കെ. ഞങ്ങളെന്തായാലും ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഹെൽത്തി ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചൂസ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിരുന്നാൽ മതി. ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ചെറുപഴമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ചെറുപഴ ഇല്ല, വേറെ ഏതെങ്കിലും ഫ്രൂട്ടാണ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം കേട്ടോ. ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ, എന്താണ് നിങ്ങളുടെ കയ്യിൽ, ഏത്തക്കയാണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഹോളിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഷാർജായിട്ടൊരു ഫീലിംഗ് കിട്ടുവേ. ഈ പഴം നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ഇത്ത തന്നതാണ് കേട്ടോ. ഒരുപാട് പഴം ഉണ്ടായിരുന്നേ, നല്ല ടേസ്റ്റുള്ള നാടൻ പഴമായിരുന്നേ. ഞാനിതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറേയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തായാലും ഞങ്ങളുടെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ. നമുക്ക് പെട്ടെന്നിരുന്നപ്പോൾ ഒരു സ്മൂത്തി കുടിക്കാൻ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കാൻ തോന്നി. അപ്പം കയ്യിലുള്ളത് അവക്കാഡോ ആയിരുന്നു. അങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കി അപ്പം വീഡിയോ എടുത്തു കേട്ടോ. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് വീണ്ടും ചേർക്കുന്നത്, പഞ്ചസാര. ഇതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ തിക്നെസ് അനുസരിച്ച് മാത്രം പാൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല സ്മൂത്ത് ആവും. അതിന് ശേഷം കുറച്ചേറെ പാലൊഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് ലൂസാക്കാം കേട്ടോ. ഇത് സെർവ് ചെയ്ത് പ്ലേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. കാര്യം ഇത് സെർവ് ചെയ്ത് വെക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വാനിഷായി പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സ്മൂത്തി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യണേ. എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിരുന്നു. നമ്മൾ അടിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് പാലൊഴിച്ചിട്ട് അത് ലൂസ് ചെയ്തിട്ടുണ്ട്.